ഓക്കെ, അപ്പം ഫസ്റ്റിൽ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ എന്താ പഠിച്ചത്? യൂസ് കേസ് ഡയഗ്രത്തിനെ പറ്റി അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിച്ചു. ഈ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ക്ലാസ് ഡയഗ്രാം അതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഫസ്റ്റ് ഇതിനകത്ത് നമ്മൾ പഠിക്കുന്നത് ക്ലാസ് ഡയഗ്രാമാണ്. UML ഡയഗ്രത്തിനകത്ത് യൂസ് കേസ് ഡയഗ്രാം നമ്മൾ പഠിച്ചു. അതിനുശേഷം ഇനി 3 ഡയഗ്രാം കൂടെ ആകുമ്പം ആ ഒരു ടോപ്പിക്ക് കഴിയും. അപ്പോൾ ക്ലാസ് ഡയഗ്രത്തിൻ്റെ ഡീറ്റെയിൽസാണ് ഇന്ന് നമ്മൾ ഈ മൊഡ്യൂളിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് എന്താണ് ക്ലാസ് എന്ന് എല്ലാവർക്കും അറിയാം. ക്ലാസ് എന്ന് പറയുന്നത് ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷൻ ഓഫ് എനിത്തിങ്, ഏതെങ്കിലും ഒരു ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷനാണ് നമ്മൾ ക്ലാസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ക്ലാസ്സിനകത്തായിരിക്കും മെനി മോർ ഒബ്ജക്ട്സുകൾ ഉണ്ടാവുക. ആ ക്ലാസ്സിൻ്റെ തന്നെ ഒബ്ജക്റ്റുകൾ ഉണ്ടാവുക. ഈ ക്ലാസ്സിനൊരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാവത്തില്ല. ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉള്ള തിങ്സിനെയാണ് നമ്മൾ എന്താ പറയുക, ഒബ്ജക്ട്സ് എന്ന് പറയുക. ഒബ്ജക്ട്സിനെല്ലാം ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു ജനറലൈസേഷനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലാസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമുക്കറിയാം, ക്ലാസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ സ്ട്രക്ചർ ഓഫ് എ സിസ്റ്റം അറ്റ് ദ ലെവൽ ഓഫ് ക്ലാസസ് ആൻഡ് ഇൻഹെറിറ്റൻസ് ഇൻ്റർഫേസ് എലോങ് ദെയർ ആട്രിബ്യൂട്ട്സ്, ഓപ്പറേഷൻസ് ആൻഡ് റിലേഷൻഷിപ്പ് എമംഗ് ദ ഒബ്ജക്ട്സ്. അപ്പോൾ എന്താണ്, ക്ലാസ്സിനകത്ത് ഒബ്ജക്ട്സ് കാണും, ആട്രിബ്യൂട്ട്സ് കാണും, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പും എല്ലാം ഉണ്ടാവും. അതിൻ്റെ എല്ലാം ഒരു ജനറലൈസ്ഡ് ഡിസ്ക്രിപ്ഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ക്ലാസ് ഡയഗ്രാം എന്ന് പറയുന്നത്. കുറേ ഈ UML ക്ലാസ് ഡയഗ്രത്തിനെ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കുറേ സോഫ്റ്റ്വെയർ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. കണ്ടോ, UML ക്ലാസ് ഡയഗ്രത്തിനെ നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് കുറേ സോഫ്റ്റ്വെയർ ടൂൾസ് നമുക്ക് അവൈലബിൾ ആണ്. ഏതൊക്കെയാണ് മെയിനായിട്ട് യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ടൂൾസ് ആണ്? റിലേഷൻ, റോസ്, സ്റ്റാർട്ട് UML, ലൂയിസ് ചാർട്ട്, അതുപോലെ തന്നെ കുറേ സോഫ്റ്റ്വെയർ ടൂൾസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. എന്തിനാ, ക്ലാസ് ഡയഗ്രത്തിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ. ഇനി ക്ലാസ് ഡയഗ്രത്തിന് മെയിൻലി 2 ടൈപ്പ് ഓഫ് ക്ലാസ് ഡയഗ്രാംസ് ആണ് ഉള്ളത്. ഡൊമൈൻ മോഡൽ ഡയഗ്രവും നെക്സ്റ്റ് ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ് ഡയഗ്രാം. ഇതിനകത്ത് നമ്മൾ ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ് ഡയഗ്രമാണ് ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് ഡൊമൈൻ മോഡൽ ഡയഗ്രാം, ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ് ഡയഗ്രാം. ഡൊമൈൻ മോഡൽ ഡയഗ്രാം എന്ന് പറയുന്നത് ഇതൊരു കൺസെപ്ച്വൽ വ്യൂ ആണ്. അതിനകത്ത് ആട്രിബ്യൂട്ട്സ് മാത്രമേ ഉണ്ടാവൂ. നോട്ട് എ സോഫ്റ്റ്വെയർ കമ്പോണൻസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രൊജക്ട് ഡൊമൈൻ. ഒരു റിയൽ വേൾഡ് കൺസെപ്ച്വൽ ക്ലാസ് ആണ്. അതിനകത്ത് ആട്രിബ്യൂട്ട്സ് മാത്രമേ ഉണ്ടാവത്തുള്ളൂ. അപ്പോൾ അതെന്താണ്, നോട്ട് ഓഫ് സോഫ്റ്റ്വെയർ കോമ്പണൻസ് ഒന്നും അതിനകത്ത് ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെ നമുക്ക് എന്താണ്, ഒരു പ്രൊജക്ട് ഡൊമൈനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ടാണ് നമ്മൾ ഒരു ഡൊമൈൻ തയ്യാറാക്കത്തില്ലേ, അങ്ങനെ പോലുള്ളൊരു മോഡലാണ് എന്താണ് ഡൊമൈൻ മോഡൽ ഡയഗ്രാം. ഇംപ്ലിമെൻറ്റേഷൻ ഡയഗ്രത്തിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ആ ഒരു ക്ലാസ്സിനകത്തുള്ള ആട്രിബ്യൂട്ട്സിനെയും അവ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയും അസോസിയേഷനെയും എല്ലാം റിയലൈസ് ചെയ്യുന്നത് എന്താണ്, ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ് ഡയഗ്രത്തിലാണ്. അപ്പം നമ്മളിവിടെ ഫോക്കസ് ചെയ്യുന്നത് എന്താണ്, ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ് ഡയഗ്രാം ആണ്. അതെന്ന് പറയുന്നത് റെപ്രസെൻറ്റേഷൻ ഓഫ് സോഫ്റ്റ്വെയർ കമ്പോണൻസ് ആണ്. സോഫ്റ്റ്വെയർ കമ്പോണൻസിൻ്റെ റെപ്രസെൻറ്റേഷൻ ആയിരിക്കും. അത് ക്ലാസ്സിനെ ഡിസ്ക്രൈബ് ചെയ്യും, ഇൻ്റർഫേസുകൾ ഉണ്ടാവും, അതുപോലെ തന്നെ അസോസിയേഷൻ ഉണ്ടാവും, യൂസേജ് ഉണ്ടാവും, റിയലൈസേഷൻ. അപ്പോൾ അതാണ് ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ് ഡയഗ്രാം. അപ്പോൾ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ക്ലാസ് ഡയഗ്രത്തിനെ ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ നേരത്തെ പഠിച്ചൊരു എക്സാമ്പിളാണ്. ഒരു ഡോഗിൻ്റെ എന്താണ്, ഡോഗ് എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. ആ ഡോഗിനകത്തുള്ള ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആണ് ബോബി എന്ന് പറയുന്ന ഡോഗ്. അപ്പോൾ എന്താണ്, അപ്പോൾ ക്ലാസ്സും ഒബ്ജക്റ്റിനും തമ്മിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് ഒന്ന് കാണിച്ചു തന്ന ഫിഗറാണ്. അത് നിങ്ങൾക്ക് പ്രീവിയസ് എന്താണ് ലെക്ചറിൽ പറഞ്ഞിട്ടുള്ളതാണ് ആ ഒരു ഡിഫറൻസ്. ഇനി എന്താ ഇതെന്ന് പറയുന്നത്, അപ്പോൾ എന്താണ് അനിമൽ എന്ന് പറയുന്നത് ഒരു ക്ലാസ് ആണ്. അനിമലിനകത്ത് വരുന്ന ഡിഫറെൻറ്റ് ക്ലാസ്സുകളാണ് ഡക്ക്, ഫിഷ്, അതുപോലെ തന്നെ സീബ്ര. അപ്പോൾ അതെന്ന് പറയുന്നത് ഈ ഇൻഹെറിറ്റഡ് അനിമലിൻ്റെ പ്രോപ്പർട്ടീസിനെ ഇൻഹെറിറ്റ് ചെയ്തുകൊണ്ട് വരുന്ന 3 ക്ലാസ്സുകളാണത്. അപ്പോൾ ആ ഒരു 3 ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു റിലേഷൻഷിപ്പ്, ക്ലാസ്സും ഒബ്ജക്ട്സും എന്താണെന്ന് ഡിസ്റ്റിങ്വിഷ് ചെയ്ത് പറഞ്ഞിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് എന്താണ് ക്ലാസ് ഡയഗ്രത്തിനകത്ത് വരുന്നത്. അപ്പം ഇംപ്ലിമെൻറ്റേഷൻ ഡയഗ്രത്തിനകത്ത് വരുന്നത് അത്രയാണ്. ഇനി എന്താ UML നൊട്ടേഷൻ ഫോർ ക്ലാസ്. ഈ ക്ലാസ്സിനകത്ത് നമ്മൾ യൂസ് ചെയ്യുന്ന UML നൊട്ടേഷൻസിൻ്റെ കാര്യങ്ങളാണ് ഇനി ഡിസ്കസ് ചെയ്യാൻ പോണത്. മെയിനായിട്ട് 3 പാർട്ടുകളായിരിക്കും ഒരു ക്ലാസ് ഡയഗ്രത്തിനകത്ത് ഉള്ളത്. ഒരു ക്ലാസ് ഡയഗ്രാം ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി 3 ഡയഗ്രാംസ് ആയിരിക്കും. ഒന്ന് ക്ലാസ് നെയിം, ക്ലാസിൻ്റെ ആട്രിബ്യൂട്ട്സ്, ദെൻ ക്ലാസ്സിനകത്ത് വരുന്ന ഓപ്പറേഷൻസ്. ഈ ക്ലാസ് ആട്രിബ്യൂട്ട്സും ക്ലാസ് ഓപ്പറേഷൻസും മാൻഡേറ്ററി അല്ല, അത് ഓപ്ഷണലാണ്. അത് ഉണ്ടാവാതിരിക്കാം. ഫസ്റ്റ് വന്നിട്ട് വരുന്നതാണ് ക്ലാസ് നെയിം. ക്ലാസ് നെയിം എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന
ക്ലാസ്സിനൊരു എപ്പോഴും ഒരു പേരുണ്ടാവണം. ഇപ്പം നമുക്ക് ഡോഗ് എന്ന് പറയുന്നൊരു ക്ലാസ്, അപ്പോൾ ആ ഡോഗിനകത്ത് വരുന്നതാണ് ബോബി, ടോമി, ജിമ്മി. അപ്പോൾ അതെന്ന് പറയുന്നത് ആ ക്ലാസ്സിനകത്തുള്ള ഓരോരോ ഒബ്ജക്റ്റുകളാണ്. അപ്പോൾ അതുപോലെ നമ്മളൊരു ക്ലാസ്സിന് എപ്പോഴും ഒരു ഇപ്പം ക്ലാസ് റൂം, എസ്3 ക്ലാസ് റൂം എന്ന് പറയുന്ന ആ ഒരു ക്ലാസ്സിനകത്ത് വരുന്ന സ്റ്റുഡൻസ് ആണ് നിങ്ങൾ ഇത്രയും. അപ്പോൾ നിങ്ങളെല്ലാം അതിനകത്ത് വരുന്ന ഒബ്ജക്ട്സ് ആണ്. ഓരോ ഒബ്ജക്റ്റിനും അതിൻ്റെതായ പ്രോപ്പർട്ടീസ് ഉണ്ടാവും. അപ്പോൾ എന്താണ്, അപ്പോൾ ഒരു ക്ലാസ്സിന് എപ്പോഴും ഒരു ക്ലാസ് നെയിം മാൻഡേറ്ററി ആയിട്ട് ഉണ്ടാവണം. അതാണ് ഇവിടെ പറയുന്നത് സർക്കിൾ എന്ന് പറയുന്ന ക്ലാസ്. അതെന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് നെയിം. ഇനി അതിനകത്ത് എന്താ വരുന്ന ക്ലാസ് ആട്രിബ്യൂട്ട്സ്. ആട്രിബ്യൂട്ട്സ് എന്ന് പറയുന്നത് എന്താണ്, നെയിംഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്ലാസ്. ആ ക്ലാസ്സിനകത്തുള്ള എന്താണ് ഒബ്ജക്റ്റിൻ്റെ പ്രോപ്പർട്ടിയുടെ നെയിംഡ് പ്രോപ്പർട്ടി ഓഫ് എ ക്ലാസ് ആണ് എന്താണ് പറയുന്നത്, ഒബ്ജക്റ്റ്. ദാറ്റ് ഡിസ്ക്രൈബ് ദ ഒബ്ജക്റ്റ് ബീയിങ് മോഡൽഡ്. അത് ഡിസ്ക്രൈബ് ചെയ്യുന്നത് ആ ഒരു ഒബ്ജക്റ്റിൻ്റെ മോഡലിനെ ആയിരിക്കും. അപ്പോൾ അതിനകത്ത് വരുന്നതുകൊണ്ട് ഇപ്പോൾ എന്താ റേഡിയസ് എന്ന് പറയുന്നത് എന്താണ്, എല്ലാത്തിനും ഒരു റേഡിയസ് ഉണ്ടാവും. അപ്പോൾ സർക്കിൾ ആയാലും എന്താണ്, സർക്കിൾ എടുത്തു കഴിഞ്ഞാൽ ആ സർക്കിളിനൊരു റേഡിയസ് ഉണ്ടാവും. അപ്പോൾ റേഡിയസ് എന്ന് പറയുന്നതാണ് ഇതിനകത്ത് ഉള്ള ആട്രിബ്യൂട്ട് എന്താ പറയുക, ഒരു മാൻഡേറ്ററി ഫീൽഡ് അല്ല. ദെൻ ക്ലാസ് ഓപ്പറേഷൻസ്. ഇനി ആ ക്ലാസ്സിനകത്ത് നമ്മൾ പെർഫോം ചെയ്യുന്ന ഓപ്പറേഷൻസ്. ഇതിനകത്ത് നോക്ക്, ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. എന്താ ഈ ഒരു എക്സാമ്പിളിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്താണ്, സർക്കിൾ എന്ന് പറയുന്ന ഒരു ഇത് ഫംഗ്ഷൻ മെത്തേഡ് എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് വരുന്നതാണ് ഗെറ്റ് ഏരിയ, ഗെറ്റ് പെരിമീറ്റർ. അതിൻ്റെ അതിനകത്ത് പെർഫോം ചെയ്യുന്ന ഓരോരോ ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, അതിനെയാണ് ക്ലാസ് ഓപ്പറേഷൻസ് എന്ന് പറയുന്നത്. ഇതും ഓപ്ഷണലാണ്, മാൻഡേറ്ററി അല്ല. അപ്പോൾ അതിൻ്റെ ഒരു ജനറലൈസ്ഡ് ഫോർമാറ്റാണ് ഈ കൊടുത്തേക്കുന്നത്, ക്ലാസ് നെയിം, ആട്രിബ്യൂട്ട്, മെത്തേഡ്സ്. ഈ ഫിഗർ നിങ്ങൾ പറഞ്ഞതാണ്, ഈ മെത്തേഡ്സിനെയും വേരിയബിൾസിനെയും ഗ്രൂപ്പ് ചെയ്തൊരു സിംഗിൾ ഫോമാറ്റിലായിട്ട് ജനറലൈസേഷനെയാണ് നമ്മൾ എന്താ പറയുക, ക്ലാസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിനകത്ത് തന്നെ ഈ ആട്രിബ്യൂട്ട്സിനകത്ത് തന്നെ വരുന്നതാണ് ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് വേറൊരെണ്ണം നമുക്ക് ഡിറൈവ് ചെയ്യാൻ പറ്റും. ഇപ്പം നമുക്കൊരു ഡേറ്റ് ഓഫ് ബർത്ത് തന്നാൽ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും, ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏജ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടാണ്. അപ്പോൾ അതാണ് ഈ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫ്രണ്ടിൽ ഒരു സ്ലാഷ് ഏജ്. അപ്പം ഈ സ്ലാഷ് എന്ന് പറയുന്ന ഒരു ഡിറൈവ്ഡ് ആട്രിബ്യൂട്ടാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്നതിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റും, ഓൾറെഡി എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ആട്രിബ്യൂട്ടിൽ നിന്ന് വേറൊരു ആട്രിബ്യൂട്ടിനെ നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ആട്രിബ്യൂട്ട്സിനെയാണ് എന്താ പറയുക, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. ഒരു പേഴ്സൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് അയാളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനെയാണ് എന്താ ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത് സ്ലാഷ് വെച്ചിട്ടായിരിക്കും. ക്ലിയർ ആയോ? അപ്പോൾ അത്രയേ ഉള്ളൂ അതിനകത്ത്. ക്ലാസ് മൂന്ന് പാർട്സ്, ക്ലാസ് ഡയഗ്രത്തിന് 3 പാർട്സ്. ഇനി അടുത്ത മെമ്പർ വിസിബിലിറ്റി നിങ്ങൾ പ്രീവിയസ് ഇതിൽ പഠിച്ചതാണ്. 4 ടൈപ്പ് ഓഫ് വിസിബിലിറ്റീസ് ആണ് നമുക്കുള്ളത്. പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പാക്കേജ്. പബ്ലിക്കിനെ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എന്താണ്, പ്ലസ് സൈൻ വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. പ്രൈവറ്റിനെ നെഗറ്റീവ് സൈൻ വെച്ചും, പ്രൊട്ടക്റ്റഡിനെ ഹാഷ് വെച്ചും, പാക്കേജിനെ ട്വിൽറ്റ് ലൈൻ വെച്ചുമാണ് നമ്മൾ എന്താ റെപ്രസെൻറ്റ് ചെയ്യുക. ഇതെന്ന് പറയുന്നത് അതിൻ്റെ പ്രിഫിക്സ് ആയിട്ട് നമ്മൾ കൊടുക്കും. പ്രിഫിക്സ് എന്ന് പറയുന്നത് ആദ്യം മുന്നേ ഈ ഒരു സിമ്പൽ സ്പെസിഫൈ ചെയ്തിട്ടായിരിക്കും നമ്മൾ ഇനിയുള്ള കാര്യങ്ങൾ എഴുതുന്നത്. അപ്പം നമുക്കറിയാൻ പറ്റും ആ ഒരു പെർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത് പബ്ലിക് ആണോ, പ്രൈവറ്റ് ആണോ, പ്രൊട്ടക്റ്റഡ് ആണോ, പാക്കേജ് ആണോ എന്ന് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് പബ്ലിക്, പ്രൈവറ്റ്, പ്രൊട്ടക്റ്റഡ്, പാക്കേജ്. പബ്ലിക് എന്ന് പറയുന്നത് എന്താണ്, എല്ലാ പേഴ്സൺസിനും ഒരുപോലെ വ്യൂ ചെയ്യാൻ പറ്റുന്ന അതിനെയാണ് നമ്മൾ പബ്ലിക് എന്ന് പറയുന്നത്. പ്രൈവറ്റ് എന്ന് പറയുന്നത് ഏത് ക്ലാസ്സിലാണോ ആ ക്ലാസ്സിനകത്തുള്ള ഒബ്ജക്ട്സിന് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ക്ലാസ്സിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റ് മാത്രമേ ആ ഒരു പെർട്ടിക്കുലർ കാര്യം വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് നമ്മൾ എന്താ പറയുക, പ്രൈവറ്റ് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത് ആ ക്ലാസ്സിനകത്തും അതിൻ്റെ തൊട്ടടുത്ത് വരുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിനും അതിൻ്റെ തൊട്ടടുത്ത് ആദ്യം ഡിറൈവ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിന് മാത്രമേ അതിലെ ഒബ്ജക്ട്സിനെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനെയാണ് പ്രൊട്ടക്റ്റഡ് എന്ന് പറയുന്നത്. പാക്കേജ് എന്ന് പറയുന്നത് എന്താണ്, ആ ഒരു പാക്കേജിനകത്ത്, അതായത് ഒരു പാക്കേജിനകത്ത് ഒത്തിരി ക്ലാസ്സസുകൾ വരികയാണ്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ക്ലാസ്സസിനും ആ പാക്കേജിനകത്തുള്ള എല്ലാ ക്ലാസ്സസിനും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, പാക്കേജ് എന്ന് പറയുക. അപ്പോൾ അതാണ് ഇപ്പം മെമ്പർ വിസിബിലിറ്റിയിൽ പറയുന്നത്. സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ടെങ്കിൽ ആ സ്റ്റുഡൻറ്റിനകത്ത് വരുന്നതാണ് പ്ലസ്സും എന്താണ് സ്റ്റുഡൻറ്റ് നെയിം ഓഫ് ദ ക്ലാസ് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആണ്. അതിനകത്ത് വരുന്നതാണ് ആട്രിബ്യൂട്ട് ടൈപ്പ്, ആട്രിബ്യൂട്ട് നെയിം,
ആട്രിബ്യൂട്ട് ടൈപ്പ്, ആട്രിബ്യൂട്ട് നെയിം, എന്താണ് രജിസ്റ്റർ. ഇപ്പം നെയിം എന്ന് പറയുന്നത് എന്താണ് പബ്ലിക് ആയതുകൊണ്ടാണ് അതിൻ്റെ ഫ്രണ്ടിൽ പ്ലസ് സൈൻ നമ്മൾ കൊടുത്തിരിക്കുന്നത്. കാര്യം അത് എല്ലാവർക്കും ഒരുപോലെ വ്യൂ ചെയ്യാൻ പറ്റും. ഇനി അതിനകത്ത് നെഗറ്റീവ് സൈൻ ആണെങ്കിൽ നമുക്ക് പറയുന്നത് ആ ക്ലാസ്സിനകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അതിനെ വ്യൂ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ അതാണ് ഇതിനകത്തുള്ള ഓരോന്ന് നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്ക് വായിച്ച് നോക്കിയാൽ മതി. അതർ പ്രോപ്പർട്ടീസ് ഇതെന്ന് പറഞ്ഞാൽ ഡിഫോൾട്ട് വാല്യൂസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നതാണ്. ഇത് ഓപ്പറേഷൻ നെയിമാണ്. പാരാമീറ്റേഴ്സ്, റിട്ടേൺ വാല്യൂസ്, ആട്രിബ്യൂട്ട് നെയിം, ആട്രിബ്യൂട്ട് ടൈപ്പ്, വിസിബിലിറ്റി. അപ്പോൾ പബ്ലിക്, പ്രൈവറ്റഡ്, പ്രൊട്ടക്റ്റഡ്, പാക്കേജ്. അപ്പോൾ അത്രയാണ് അതിനകത്ത് വരുന്നത്. ഇനി നെക്സ്റ്റ് ആണ് മെമ്പർ വിസിബിലിറ്റി. മെമ്പർ വിസിബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ വിസിബിലിറ്റീസിൻ്റെ ഡീറ്റെയിൽഡ് ആണ്. ഇപ്പോൾ ഇതൊരു പാക്കേജ് ആണെന്ന് വിചാരിക്കുക. ഇതിനകത്ത് 2 പാക്കേജ് ഉണ്ട്. പാക്കേജ് എന്താണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ആ പാക്കേജിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഒരു ബോക്സിൻ്റെ മേളിൽ ഒരു കുഞ്ഞു ബോക്സ് കൊണ്ട് വെച്ചിട്ടായിരിക്കും നമ്മൾ പാക്കേജസിനെ ഈ ഒരു ഫോർമാറ്റിലായിരിക്കും പാക്കേജിന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. അപ്പോൾ ഒരു പാക്കേജ് ഇപ്പോൾ ഇതിനകത്തൊരു പാക്കേജ് എടുത്തു കഴിഞ്ഞാൽ ഈ പാക്കേജിനകത്ത് പ്രൈവറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഈ പാക്കേജിനകത്ത് അതായത് വിത്തിൻ ദ ക്ലാസ്സിനകത്ത് ആ ഒരു ഇതിനകത്തുള്ള ഫങ്ഷൻസിന് മാത്രമേ അത് വിസിബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. അതായത് ഇപ്പോൾ ഈ ഒരു അക്കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ ഈ ഒരു അക്കൗണ്ടിനെ നമുക്ക് വിസിബിൾ ആക്കാൻ പറ്റുന്നത് ആ ക്ലാസ്സിനകത്തുള്ള ആ ക്ലാസ്സിനകത്തുള്ള ആൾക്കാർക്ക് മാത്രം. അതായത് ഈ പാക്കേജ് 1-നകത്തുള്ള 2 ക്ലാസ്സസ് ആണ് ബ്ലോഗ് അക്കൗണ്ടും അതുപോലെ അതിനകത്ത് വരുന്നത് തന്നെയാണ് ക്ലാസ് സെയിം പാക്കേജ്. അപ്പോൾ അതിന് മാത്രമേ ആ ക്ലാസ്സിനകത്തുള്ള ആൾക്കാർക്ക് മാത്രമേ അത് വിസിബിൾ ആക്കാൻ പറ്റത്തുള്ളൂ. അതിലൂടെയാണ് ഒരു ടിക്ക് മാർക്ക്, ഇങ്ങനൊരു ടിക്ക് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർക്ക് മാത്രമേ അത് വ്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി അടുത്ത പബ്ലിക് എന്ന് പറഞ്ഞാൽ എന്താണ്, ടിക്ക് മാർക്ക് കണ്ടോ, എല്ലായിടവും ടിക്ക് മാർക്ക് ഉണ്ട് കണ്ടോ, എല്ലാവർക്കും ആ ക്ലാസ്സിന് ആ ഒരു പാക്കേജിനകത്തുള്ള എല്ലാവർക്കും, അതായത് ഇൻഹെറിറ്റഡ് ചെയ്ത ആൾക്കാർക്കും അല്ലാത്തവർക്കും എല്ലാവർക്കും അതിനെ വിസിബിൾ ചെയ്യാൻ പറ്റും. അതിനെയാണ് എന്ത് പറയുക, പബ്ലിക് എന്ന് പറയുക. പ്രൊട്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ അടുത്തത് ഇതിൻ്റെ അകത്ത് കൊടുത്തിട്ടുണ്ട്. പ്രൊട്ടക്റ്റഡ് എന്ന് പറയുകയാണെങ്കിൽ വിത്തിൻ്റെ ക്ലാസ്സും അതിന് തൊട്ട് ഡിറൈവ് ചെയ്യുന്ന ക്ലാസ്സും, അതായത് ആ ക്ലാസ്സിനകത്തും നമുക്ക് കാണാൻ പറ്റും. ക്ലാസ്സിനകത്തും നമുക്ക് കാണാൻ പറ്റും. അതിൽ നിന്ന് ആദ്യം ഡിറൈവ് ചെയ്യുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിനും അത് കാണാൻ പറ്റും. അപ്പോൾ ഇതിനും കാണാൻ പറ്റും. അതാണ് പ്രൊട്ടക്റ്റഡ്. ഇനി അടുത്തെന്താ, ഡിഫാൾട്ട് പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമില്ല, പാക്കേജിനകത്ത് ആ ഒരു ക്ലാസ്സിൻ്റെ അകത്ത് ഉള്ള ആൾക്കാർക്ക് അത് പാക്കേജ് അറിയാമല്ലോ. പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആ പാക്കേജിനകത്ത് വരുന്ന ആൾക്കാർക്ക്, അതായത് അത് ഔട്ട്സൈഡ് ദ ക്ലാസ്സും വിത്തിൻ ദ ക്ലാസ്സും മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റൂ. അതിൻ്റെ ഒരു ജനറൽ ഡിസ്ക്രിപ്ഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആർക്കൊക്കെ വിസിബിൾ ചെയ്യാൻ പറ്റും, വിസിബിൾ ചെയ്യാൻ പറ്റത്തില്ല, എസ് നോ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ നോക്കിയാൽ മതിയേ. നെക്സ്റ്റ് വന്നിട്ട് മെമ്പർ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ഒരു UML 2 ടൈപ്പ് ഓഫ് സ്കോപ്പുകളായിരിക്കും ഉള്ളത്, ഇൻസ്റ്റൻസും ക്ലാസിഫയേഴ്സും. മെമ്പേഴ്സിനകത്തുള്ള ഒരു മെമ്പേഴ്സിനകത്ത്, അതായത് ഒരു ക്ലാസ്സിനകത്ത് വരുന്ന മെമ്പേഴ്സിൻ്റെ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ ആ മെമ്പേഴ്സിനെ എവിടെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും എന്ന് ഉള്ള അതിന് 2 ടൈപ്പ് ഓഫ് ഇതിൽ നമുക്ക് ക്ലാസിഫൈ ചെയ്യാം, ഇൻസ്റ്റൻസും ക്ലാസിഫയേഴ്സും. ക്ലാസിഫയർ മെമ്പർ എന്ന് പറയുന്നത് കോമൺലി നമ്മൾ അതിനെ സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് വെച്ചിട്ടായിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അത് ആ വിത്തിൻ ദ ക്ലാസ് മാത്രമേ അതിൻ്റെ സ്കോപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ആ ഒരു സ്റ്റാറ്റിക് എന്ന് പറഞ്ഞ കീവേഡ് യൂസ് ചെയ്തിരിക്കുന്ന മെമ്പേഴ്സിന്, അല്ലെങ്കിൽ ആ ഒരു മെമ്പേഴ്സിനെ വിത്തിൻ ദ ക്ലാസ്, ആ ക്ലാസ്സിനകത്ത് മാത്രമേ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓൾ ഇൻസ്റ്റൻസ് ഷെയർഡ് ദ ക്ലാസിഫയർ സ്കോപ്പ് മെമ്പേഴ്സ്. എല്ലാ ഇൻസ്റ്റൻസിനും, ആ ക്ലാസ്സിനകത്തുള്ള എല്ലാ ഇൻസ്റ്റൻസിനും ആ ഒരു സ്റ്റാറ്റിക് മെമ്പറിനെ നമുക്ക് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനകത്തൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസിഫയർ സ്കോപ്പ് ഈസ് അണ്ടർലൈൻഡ്, അതായത് നെയിം മസ്റ്റ് ബി അണ്ടർലൈൻഡ് ആയിട്ടുള്ളതായിരിക്കും. അതായത് ഇവിടെ നോക്ക്, ഈ ഒരു ഓർഡർ എന്ന് പറയുന്ന ക്ലാസ്സിലുള്ള 2 മെത്തേഡ്സ് ആണ്, അല്ലെങ്കിൽ 2 മെമ്പേഴ്സ് ആണ്, ഗെറ്റ് നമ്പറും ഗെറ്റ് ന്യൂ നമ്പറും. അപ്പോൾ ഗെറ്റ് ന്യൂ നമ്പർ എന്ന് പറയുന്നത് എന്താണ്, ക്ലാസ് സ്കോപ്പാണ്. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും, അതിനെ നമ്മൾ അണ്ടർലൈൻ വെച്ചിട്ടായിരിക്കും ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ഇൻസ്റ്റൻസ് സ്കോപ്പിനെ നമ്മൾ വെറുതെ എഴുതത്തേ ഉള്ളൂ. അപ്പോൾ അണ്ടർലൈൻഡ് ആയിട്ടുള്ളതാണ് ക്ലാസ് സ്കോപ്പ്. ആ ക്ലാസ് സ്കോപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഗെറ്റ് ന്യൂ നമ്പർ എന്ന് പറയുന്നതിനെ നമുക്ക് വിത്തിൻ ദ ക്ലാസ്സിലെ ഷെയർ ചെയ്ത് നമുക്കതിനെ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിനെ ഏതിനെയാണോ നമ്മൾ സ്റ്റാറ്റിക് കീവേഡ് വെച്ച് റെപ്രസെൻറ്റ് ചെയ്യുന്നത്,
അതിനെയാണ് നമ്മൾ ക്ലാസ് മെമ്പേഴ്സ് എന്ന് പറയുന്നത്. ഇവിടെ നോക്കുക, ക്ലാസ് ഡോഗ് എന്ന് പറയുന്നതിന് സ്റ്റാറ്റിക് ഇൻറ്റ് കൗണ്ട് 3. അപ്പം 3 എണ്ണത്തിൽ നമുക്കതിനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാം. കാര്യം എന്താണ്, അത് സ്റ്റാറ്റിക് ആണ്. സ്റ്റാറ്റിക് എന്ന് പറയുന്ന കീവേഡ് വെച്ചിരിക്കുന്നത് കൊണ്ട് ആ ക്ലാസ്സിൽ നിന്ന് വരുന്ന എല്ലാവർക്കും അതിനെ ഷെയർ ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ്, ആ ഇൻറ്റ് കൗണ്ട് 3 എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് 3 എണ്ണത്തിനെ നമുക്ക് ഡിറൈവ് ചെയ്ത് 3 എണ്ണത്തിൻ്റെയും പ്രോപ്പർട്ടീസിനെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് നെയിം ടു സ്ട്രിങ്, അതായത് 3 എണ്ണം, ഫിഡോ, റോവർ ആൻഡ് സ്പോട്ട്. അപ്പോൾ അത് 3 എണ്ണത്തിനെ നമുക്ക് ഒരുപോലെ നെയിം എന്ന് പറയുന്ന എല്ലാ പ്രോപ്പർ. ഈ നെയിം എന്ന് പറയുന്നത് എന്താണ്, ഡിറൈവ്ഡ് ആണ്. നെയിം എന്ന് പറയുന്നത് ഡിറൈവ്ഡ് ആണെങ്കിൽ കൂടി അത് ഓരോന്നിനും ഓരോ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പം ഒരു ജിമ്മി എന്ന് പറയുന്നൊരു ഡോഗ് ഉണ്ടാവും, ടോബി എന്ന് പറയുന്നൊരു ഡോഗ് ഉണ്ടാവും. അപ്പം ഓരോ ഡോഗിനും അതിൻ്റേതായ നെയിമും ഉണ്ടാവും, അതിൻ്റേതായ പ്രോപ്പർട്ടീസും ഉണ്ടാവും. മനസ്സിലായോ? അപ്പോൾ അതാണ് മെമ്പർ സ്കോപ്പ്. ഇനി ഈ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ക്ലാസ്സസ് തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് മെയിൻലി അസോസിയേഷൻ, ഇൻഹെറിറ്റൻസ്, റിയലൈസേഷൻ, ഡിപ്പെൻഡൻസി, അഗ്രിഗേഷൻ, കോമ്പോസിഷൻ. അങ്ങനെ 6 ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പ് ആയിരിക്കും ഒരു ക്ലാസ് ഡയഗ്രത്തിൽ ക്ലാസ് ഡയഗ്രാം വരയ്ക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇപ്പം അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ആരോ, വെറുതെ ഒരു ലൈൻ ആയിരിക്കും, അതിനകത്ത് വിത്ത് ആരോ ഓർ വിത്തൗട്ട് ആരോ. അപ്പോൾ എന്താണ്, ഒരു 2 ക്ലാസ്സുകൾ തമ്മിലുള്ള ജസ്റ്റ് ഒരു റിലേഷൻ. ഇപ്പോൾ ക്ലാസ് എ ഈസ് റിലേറ്റഡ് ടു ക്ലാസ് ബി, ക്ലാസ് എ ഈസ് അസോസിയേറ്റഡ് വിത്ത് ക്ലാസ് ബി. ഒന്നുമില്ല, ഒരു ക്ലാസ് വേറൊരു ക്ലാസ്, 2 ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ക്ലാസ്സുകൾ തമ്മിലുള്ള ഒരു അസോസിയേഷൻ. ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇൻഹെറിറ്റൻസ് എന്ന് പറഞ്ഞാൽ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ലൈൻ വിത്ത് ആരോ ഉള്ള ലൈൻ ആയിരിക്കും. ഡാഷ്ഡ് ലൈൻ ആയിരിക്കും റിയലൈസേഷൻ, ഡാഷ്ഡ് ലൈൻ വിത്ത് ഓപ്പൺ ആരോ ആയിരിക്കും ഡിപ്പെൻഡൻസി, അഗ്രിഗേഷൻ വിത്ത് ട്രയാങ്കിൾ അല്ല, ഡയമണ്ട് റെപ്രസെൻറ്റേഷൻ, ഓപ്പൺ ഡയമണ്ട് റെപ്രസെൻറ്റേഷൻ ആണ് അഗ്രിഗേഷൻ, ക്ലോസ്ഡ് ഡയമണ്ട് റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. അതിന് ഓരോന്നും ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണെന്ന് പറയാം. അപ്പോൾ 1, 2 ഈ 6 എണ്ണമായിരിക്കും നമുക്ക് മെയിനായിട്ട് ഇതിനകത്ത് പഠിക്കാനുള്ളത്. അപ്പോൾ അസോസിയേഷൻ ഒന്നുമില്ല, ഞാൻ പറഞ്ഞതുപോലെ തന്നെ ഒരു സിംഗിൾ ലൈൻ ആയിരിക്കും വിത്ത് ആരോ ഓർ വിത്തൗട്ട് ആരോ, ഒരു സോളിഡ് ലൈൻ വിത്ത് ഓപ്പൺ ആരോ ഓർ വിത്തൗട്ട് ഓപ്പൺ ആരോ ഉണ്ടാവാം, ആരോ ഉണ്ടാവാതിരിക്കാം. അതെന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 ക്ലാസ്സുകൾ തമ്മിലുള്ള റിലേഷൻ, ഒരു ക്ലാസ് എ ക്ലാസ് ബി എന്ന് പറഞ്ഞ 2 ഡിഫറെൻറ്റ് ക്ലാസ്സുകൾ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ളൊരു അസോസിയേഷൻ, അവ തമ്മിൽ നമ്മൾ കണക്ട് ചെയ്യാൻ പോവുകയാണ് എന്നുള്ളൊരു ഇൻഡിക്കേഷൻ തരുന്നതാണ് അസോസിയേഷൻ. ഇനി എന്താ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞാൽ എന്താണ്, ഡിപ്പെൻഡൻസി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ 2 or more ക്ലാസ്സസ് ഇൻ വിച്ച് ചേഞ്ച് 1 ഫോഴ്സസ് ഓൺ അതായത് 2 ക്ലാസ്സുകൾ ഉണ്ടെന്ന് വിചാരിക്കുക, ഏതിലെങ്കിലും ഒന്നിൽ ചേഞ്ച് വന്നാൽ മറ്റേതിലും ആ ചേഞ്ച് എഫക്റ്റ് ചെയ്യണം. ആ ഒരു ടൈപ്പ് ഓഫ് റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിപ്പെൻഡൻസി ഗ്രാഫ് എന്ന് പറയുക. ഡിപ്പെൻഡൻസി ഡയഗ്രത്തിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഡാഷ്ഡ് ലൈൻ വിത്ത് ആരോ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ അത് നോക്കിക്കേ, കാർ എന്ന് പറയുന്ന ഒരു ക്ലാസ് ഉണ്ട്, വീൽ എന്ന് പറയുന്ന വേറൊരു ക്ലാസ് ഉണ്ട്. ഈ വീലിന് എന്തെങ്കിലും ചേഞ്ച് പറ്റിയാൽ, ഈ വീലിന് നമ്മൾ എന്തെങ്കിലും അതിൻ്റെ സൈസിലോ അതിൻ്റെ റേഞ്ചിലോ എന്തെങ്കിലും നമ്മൾ ഡിഫറൻസ് വരുത്തി കഴിഞ്ഞാൽ ആ ഒരു കാറിനകത്തുള്ള മോഡലിലും ആ ഒരു ചേഞ്ചിനെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ എന്താ, ഒന്നൊന്നിനെ റിലേറ്റ് ചെയ്തിരിക്കും. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ അഗ്രിഗേഷൻ എന്ന് പറഞ്ഞാൽ ഹാസ് ഓൺ റിലേഷൻഷിപ്പ് ആയിരിക്കും. ഹാസ് ഓൺ റിലേഷൻഷിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നുമായിട്ട് ഒന്ന് റിലേറ്റ് ചെയ്തിരിക്കും. കാര്യം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മളൊരു ടീം എടുക്കുക, ഒരു ടീമിനകത്ത് എന്താണ്, ആ ടീം ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുമോ? ഇല്ല, അതിന് ഒരെണ്ണമായിട്ട് നിൽക്കാൻ പറ്റത്തില്ല. ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ മാത്രമേ ഒരു ടീം ഫോം ചെയ്യത്തുള്ളൂ. ഇപ്പോൾ ഒരു ടീമിനകത്ത് 9 പ്ലെയർ എന്ന് പറയുന്നൊരു ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ 9 പ്ലെയേഴ്സ് അല്ലെങ്കിൽ 10 പ്ലെയേഴ്സ് എന്തായിരിക്കും ഒരു ടീമിനകത്ത് വരുന്ന മെമ്പേഴ്സ് ആയിരിക്കും. അതായത് ഒരു ഹാസ് ഓൺ റിലേഷൻഷിപ്പ്, നമ്മൾ ഉണ്ടാക്കുന്ന ഒരു റിലേഷൻഷിപ്പ് അവിടെ ഉണ്ടാവും. അതിന് ലൈൻ വിത്ത് ഓപ്പൺ ഡയമണ്ട് റെപ്രസെൻറ്റേഷനിലായിരിക്കും നമ്മൾ ഇതിനകത്ത് റെപ്രസെൻ്റ് ചെയ്യുന്നത്. കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ ഒരു പാർട്ടാണ്, അതായത് ഒന്നുണ്ടെങ്കിൽ മാത്രമേ വേറൊന്ന് എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഇപ്പം നമ്മളിപ്പോൾ പറയുകയാണെങ്കിൽ എന്താണ്, ഒരു പേഴ്സണിനകത്ത് ഒരു ഓർഗൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പേഴ്സൺ എക്സിസ്റ്റ് ചെയ്യത്തുള്ളൂ. ഹൃദയം അല്ലെങ്കിൽ ലിവർ അല്ലെങ്കിൽ ഐ എന്തെങ്കിലും ഒന്നുണ്ടെങ്കിലല്ലേ ആ പേഴ്സൺ കംപ്ലീറ്റ് ആവത്തുള്ളൂ, ഇല്ലെങ്കിൽ അത് ഇൻകംപ്ലീറ്റ് ആയിട്ടുള്ളൊരു വ്യക്തിയായിരിക്കും. അപ്പോൾ എന്താ പറയുക, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതിനകത്ത് ബുക്കും ചാപ്റ്ററും, ഈ ബുക്കിനെ നമ്മൾ കത്തിച്ച് കളഞ്ഞാൽ ചാപ്റ്റർ എക്സിസ്റ്റ് ചെയ്യുമോ? ഇല്ല. അപ്പം ബുക്കിന് നമ്മൾ ഡിസ്ട്രോയ് ചെയ്താൽ ചാപ്റ്റർ എന്ന് പറയുന്നൊരു ഇത് ഇല്ല. അപ്പോൾ ഒന്നുണ്ടെങ്കിൽ മാത്രമേ ഒന്നിനെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അതിനെയാണ് കോമ്പോസിഷൻ എന്ന് പറയുന്നത്.
അപ്പോൾ ഇത് ജനറലൈസ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇപ്പം ടീം എന്ന് പറയുന്നത്, പ്ലെയർ എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ ഒരു ടീമാവും. ഓർഗൻ എന്ന് പറഞ്ഞാൽ ഒരു പ്ലെയറിന് ഓർഗൻ ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്ലെയർ എക്സിസ്റ്റ് ചെയ്യൂ. അപ്പോൾ എന്താ അവിടെ വരുന്നത്, ആ കോമ്പോസിഷൻ റിലേഷൻഷിപ്പ് വരുന്നുണ്ട്. പിന്നെന്തോ ഒരു കാറും എഞ്ചിനും, ഒരു കാറിനകത്ത് എഞ്ചിൻ ഉണ്ടെങ്കിലേ ആ കാറ് കംപ്ലീറ്റ് ആവത്തുള്ളൂ. അപ്പം എഞ്ചിൻ ഇല്ലാതെ കാറുണ്ടോ, ഇല്ല. അപ്പോൾ അതെന്താണ്, കോമ്പോസിഷനാണ്. കാറിനകത്ത് പാസഞ്ചർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒരു കാർ എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് എന്താ പറയുക, ദാണ്ടേ ആ ഒരു റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്താ അഗ്രിഗേഷൻ എന്ന് പറയുന്നത്. അത് ഒന്ന് ഹാസ് ഓൺ റിലേഷൻഷിപ്പ് ആയിരിക്കും, അതായത് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും എന്ത് ചെയ്യും, അത് എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ആ ടൈപ്പിനെയാണ് നമ്മൾ എന്താ കോമ്പോസിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ക്ലാസ്സസ്. അടുത്തതാണ് അതിനകത്ത് പഠിക്കാനുള്ളത് ജനറലൈസേഷനും റിയലൈസേഷനും. ജനറലൈസേഷൻ എന്ന് പറഞ്ഞത് എന്താണ്, ഇൻഹെറിറ്റ് ചെയ്യും. അതായത് സൂപ്പർ ക്ലാസ്സിൻ്റെ പ്രോപ്പർട്ടീസ് സബ് ക്ലാസ് ഇൻഹെറിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, പുതിയൊരു ക്ലാസ്സിനെ ഫോം ചെയ്യുന്നതിനാണ് ഇൻഹെറിറ്റൻസ് ആണ് ജനറലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ വെക്കുക, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പബ്ലിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, ബുക്കും മാഗസിനും. ബുക്കും നമുക്ക് പബ്ലിഷ് ചെയ്യാം, മാഗസിനും പബ്ലിക്കേറ്റ് ചെയ്യാം. അപ്പോൾ അത് രണ്ടും രണ്ട് സബ് ക്ലാസ്സുകളാണ്. എവിടെ നിന്ന് ഡിറൈവ് ചെയ്ത, പബ്ലിക്കേഷനിൽ നിന്ന് ഡിറൈവ് ചെയ്ത സബ് ക്ലാസ്സുകളാണ് ബുക്കും മാഗസിനും. അപ്പോൾ എന്താണ്, സബ് ക്ലാസ്സുകളിൽ നിന്ന് സൂപ്പർ ക്ലാസ്സിലോട്ട് ഒരു ക്ലോസ്ഡ് ആരോ, ആ റെപ്രസെൻറ്റേഷനെയാണ് നമ്മൾ ജനറലൈസേഷൻ എന്ന് പറയുക. ഇത് നിങ്ങൾ മുന്നേ പഠിച്ചതാണ്. റിയലൈസേഷൻ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മൾ ഏതാണോ വെക്കുന്നത്, അതായത് അതിനകത്തുള്ള ഒബ്ജക്ട്സിനെ നമ്മൾ റിയലൈസ് ചെയ്ത് പുതിയൊരു ക്ലാസ്സുകൾ ഫോം ചെയ്യുക. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാറിനകത്ത് ബ്രേക്ക്, എൻജിൻ, എന്താണ് അതിനകത്തുള്ള എന്തെങ്കിലുമൊക്കെ ഫ്യൂവലിൻ്റെ പാർട്ട് എന്തെങ്കിലുമൊക്കെ വിചാരിക്കുക, അതിനെയൊക്കെ റിയലൈസ് ചെയ്താൽ മാത്രമേ ഒരു കാറ് ഫോം ചെയ്യത്തുള്ളൂ. അപ്പോൾ ആ ഒരു ക്ലാസ്സിനകത്തുള്ള ഒബ്ജക്ട്സിനെ റിയലൈസ് ചെയ്ത് പുതിയൊരു ക്ലാസ്സിനെ ഫോം ചെയ്യുന്നതിനാണ് നമ്മൾ റിയലൈസേഷൻ, അതായത് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്താ പറയുക, റിയലൈസേഷൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? ഇപ്പോൾ എന്താ, അതാണ് ഞാൻ പറഞ്ഞത്. ഏതെങ്കിലും ഒരു ഇതെടുത്തു കഴിഞ്ഞാൽ അതിനെ നമ്മൾ റിയലൈസ് ചെയ്യുന്നത്. ഇപ്പോൾ എന്താണ്, ഒരു എന്താണ് ക്ലാസ് റൂമിനകത്ത് തന്നെ എടുത്തു കഴിഞ്ഞാൽ ആ ക്ലാസ് റൂമിനകത്ത് ബെഞ്ചും അത് വേണ്ട, ഇപ്പം നമ്മൾ കാറിനകത്ത് തന്നെ ഏതെങ്കിലും ഒന്ന് എടുത്തു കഴിഞ്ഞാൽ അതിനെല്ലാം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ അത് റൺ ചെയ്യത്തുള്ളൂ. ആ ഒരു ടൈപ്പ് ഓഫ് ഇതിനെയാണ് നമ്മൾ എന്താ പറയുക, റിയലൈസേഷൻ എന്ന് പറയുന്നത്. ഇനി എന്താ പറയുക, മൾട്ടിപ്ലിസിറ്റി, റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ടു ക്ലാസ്സസ്, അതിനകത്ത് വരുന്നതാണ് മൾട്ടിപ്ലിസിറ്റി. നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്, ഞാൻ പറഞ്ഞതാണ്. 1 to 1, 1 to many, many to 1, many to many റിലേഷൻഷിപ്പിനെയാണ് നമ്മൾ എന്താ പറയുക, മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുക. ഒരു കമ്പനിയിൽ ഒരു എംപ്ലോയി ആണ് ഉള്ളത്, ഒന്നിൽ കൂടുതൽ എംപ്ലോയീസ് ആയിരിക്കും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ്, മെനി ടു 1 റിലേഷൻഷിപ്പാണ്. ആ മെനിയെ നമ്മളാണ് സ്റ്റാർ കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. 1 മുതൽ എത്ര ആൾക്കാർ വേണമെങ്കിലും ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാം. അപ്പോൾ കമ്പനി എന്ന് പറയുന്നത് ഒരു സിംഗിളാണ്, അയാൾ അപ്പം ഒരു 1 കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യും. ഒന്നിൽ കൂടുതൽ ആൾക്കാരാണ് ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഒന്നിൽ കൂടുതൽ ആൾക്കാരിനെ നമ്മൾ മെനി റിലേഷൻഷിപ്പായിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ അതാണ് 1 മുതൽ സ്റ്റാർ എന്ന് പറയുന്നത് മെനി സിമ്പിളായിരിക്കും ഉദ്ദേശിക്കുന്നത്. അതിനെയാണ് നമ്മൾ എന്താ പറയുക, മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത്. മൾട്ടിപ്ലിസിറ്റി 1 ആവാം, 0 to 1 ആവാം, സ്റ്റാർ എന്ന് പറഞ്ഞാൽ മെനി ആവാം, 0 to സ്റ്റാർ ആവാം, 1 to സ്റ്റാർ ആവാം. അപ്പം എന്താണ്, 1 to 1, 1 to many, many to 1, many to many റിലേഷൻഷിപ്പ്. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, മൾട്ടിപ്ലിസിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇത്രയാണ് നമ്മൾ ക്ലാസ് ഡയഗ്രം വരയ്ക്കാനായിട്ട് നമ്മൾ ജനറലായിട്ട് അറിയേണ്ടത്. ഇനി ഒരു ക്ലാസ് ഡയഗ്രത്തിന് എക്സാമ്പിളാണ്, ഒരു പിസ്സ നമ്മൾ ഓർഡർ ചെയ്യുകയാണ്. ഒരു പിസ്സ ഓർഡറിങ് സിസ്റ്റത്തിന് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫുഡ് ഓർഡറിങ് സിസ്റ്റത്തിൻ്റെ ഒരു ക്ലാസ് ഡയഗ്രമാണ് ഈ പറയുന്നത്. അതിനകത്ത് എന്തൊക്കെ വരണം, അഗ്രിഗേഷൻ, അസോസിയേഷൻ, ജനറലൈസേഷൻ, എന്താണ് കോമ്പോസിഷൻ, അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഇതിനകത്ത് ഉൾപ്പെടുത്തണം. അപ്പോൾ അസോസിയേഷൻ എന്ന് പറയുമ്പോൾ ഒരു കസ്റ്റമറും ഓർഡറും, ഒരു കസ്റ്റമർ ഒരു ഓർഡർ പ്ലേസ് ചെയ്യുകയാണ്. അപ്പോൾ അത് തമ്മിൽ ഒരു അസോസിയേഷൻ ആദ്യം ഒരു സിംഗിൾ ലൈനിൽ വെച്ചു. ഇനി എന്താണ്, ഒരു ഓർഡറിൻ്റെ ഡീറ്റെയിൽസ് എന്താണ് അതെന്ന് പറയുന്നത് അഗ്രിഗേഷനാണ്. അതായത് ഓർഡർ ഒന്നിൽ കൂടുതൽ ഓർഡറുകളില്ലേ, അപ്പോൾ അതിനെയാണ് നമ്മൾ എന്താ പറയുക, അഗ്രിഗേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത എന്താണ്, ഓർഡർ ചെയ്യുന്ന ഐറ്റംസ്. ഇനി അതിൽ നിന്ന് ഡിറൈവ് ചെയ്യുന്ന ആൾക്കാരാണ്. പേയ്മെൻറ്റ് ഏതൊക്കെ രീതിയിൽ പേയ്മെൻറ്റ് ചെയ്യാം, ക്യാഷ് പേയ്മെൻറ്റ് ആവാം, ചെക്ക് പേയ്മെൻറ്റ് ആവാം, ക്രെഡിറ്റ് ആവാം. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഡിറൈവ്ഡ് ആട്രിബ്യൂട്ട്സ് ആണ്. അപ്പോൾ അതിനെ നമ്മൾ എന്ത് പറയും, ജനറലൈസേഷൻ എന്ന് പറയുന്നു. അപ്പോൾ ഇതിനെല്ലാം എന്താണ്, എല്ലാം ഓർഡർ ചെയ്ത് ഇങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യുന്നതിനെയാണ് ഒരു ക്ലാസ് ഡയഗ്രാം. അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു ക്ലാസ് ഡയഗ്രാം വരച്ചു നോക്കുക. ഏതെങ്കിലും ഒരു ഓർഡറിങ് സിസ്റ്റത്തിൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഹോസ്പിറ്റലിൻ്റെയോ ഏതെങ്കിലും ഒരു ക്ലാസ് ഡയഗ്രാം നിങ്ങളൊന്ന് ജസ്റ്റ് ഡ്രോ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ എന്താണ് ക്ലാസ് ഡയഗ്രത്തിനെ പറ്റി ഡീറ്റെയിൽഡായിട്ട് പറയാനുള്ളത്. താങ്ക് യു.